പഠിച്ചോണ്ട് ദുനിയാവ് എത്ര അടിപൊളിയല്ലേ. അതെനിക്ക് ഇതിന് മുന്നേയും തോന്നിയിട്ടുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി അങ്ങനെ പണ്ട് എനിക്ക് തോന്നിയത് ഒരു പ്രാവശ്യം ഞാൻ ഹിമാചൽ പോയപ്പോഴായിരുന്നു. അതിനുശേഷം പിന്നെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും അധികം പറ്റിയിട്ടില്ല. പറ്റുന്ന സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിട്ട് ചെറുതായിട്ട് വരും, അത്രേ ഉള്ളൂ. പിന്നെ പണ്ട് നമ്മൾ പോയ സമയത്തൊന്നും നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടുമില്ല. ബട്ട് ഞാൻ അതിലിപ്പോൾ കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെയും കൂടെ കേരളംകുണ്ട് വാട്ടർഫോൾസിലാണ് പോകുന്നത്. കരുവാരക്കുണ്ടാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. കരുവാരക്കുണ്ടിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലത്തോടൊക്കെ പോയിട്ട് വാട്ടർഫോൾസിൽ നമ്മളെത്തും. അപ്പം അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മരണം കാര്യങ്ങൾ നടന്നുകൊണ്ടിട്ട് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല വെള്ളത്തിൽ ഇറങ്ങാനൊന്നും. പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോളും മാത്രം പോയത് കൊണ്ടിട്ടും എനിക്ക് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാനും. അതർവൈസ് ഓൾസോ എനിക്ക് വെള്ളം ഭയങ്കര കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലായത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പോകലില്ല. ബട്ട് ആരെങ്കിലൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിട്ട് പോവും, അത്ര തന്നെ. സോ അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങോട്ട് പോവാണ്. വണ്ടിയിൽ സ്കൂട്ടർ എടുത്താണ് പോയത്. പോകുമ്പോൾ എനിക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വാട്ടർഫോൾ കാര്യങ്ങളാണ്. ആൻഡ് ഇങ്ങനെ ട്രക്കിങ് ചെറുതായ രീതിയിലും വലുതായ രീതിയിലും ഒന്നും ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ബട്ട് അവിടെ പോയ സമയത്ത് വണ്ടി അത്യാവശ്യം ഒരു ഓഫ് റോഡ് വൈബിലാണ് ഓടിക്കേണ്ടി വന്നത്. ആൻഡ് ഇറങ്ങുമ്പോഴും കുറച്ചൊരു സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ മാനേജ് ചെയ്ത് റൈഡ് ചെയ്തു എന്ന് പറയാം. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് പാലക്കാട് കൂടെ ഒന്ന് പോകണം എന്നുണ്ട്. ആക്ച്വലി നമ്മളുടെ വീട് നിൽക്കുന്ന സ്ഥലം വരുന്നത് പാലക്കാട് മലപ്പുറം ബോർഡറാണ്. ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് ആക്ച്വലി. പക്ഷേ പാലക്കാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ഭംഗി നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റില്ല. ബിക്കോസ് അതിന് പാലക്കാട് തന്നെ പോകണം. ആൻഡ് ഐ ഹോപ്പ് വൺ ഡേ ഐ വിൽ ഗെറ്റ് ടൈം ടു വിസിറ്റ് പാലക്കാട് സൂൺ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ റബ്ബർ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫുള്ളൊരു പച്ചപ്പുമയാണ് സത്യം പറഞ്ഞാൽ. സോ നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. വാട്ടർഫോൾസിന് അങ്ങോട്ടേക്കുള്ള റോഡാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇതിന് മുന്നേ ഒരു സ്ഥലമുണ്ട്. ബട്ട് വാട്ടർഫോൾസിലേക്ക് ഏകദേശം ഈ ഒരു റൂട്ടിൽ അങ്ങനെ അങ്ങോട്ട് കയറുകയാണ് ചെയ്യുക. ആൻഡ് ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയി. ബിക്കോസ് അവിടുന്ന് മുകളിലേക്കുള്ള ഒരു മൗണ്ടെയിൻ വ്യൂ, ഫോഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണ് മഴക്കാലം. ആൻഡ് ആ ഒരു ഫോഗ് കാര്യങ്ങളൊക്കെ. കുറച്ച് മുന്നേ ഞാൻ വട്ടവട പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു അങ്ങനെയൊക്കെ. ആൻഡ് അതിൻ്റെ ഒന്നും വ്ലോഗ് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇനി മുന്നോട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് നമ്മളിത് ഇങ്ങനെ പോവാണ്. ആൻഡ് മൊത്തത്തിലൊരു ഓഫ് റോഡ് വൈബ് തന്നെയാണ്. പിന്നെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ പോവാണ്.
We are almost about to reach കേരളംകുണ്ട് വാട്ടർഫോൾ ആൻഡ് അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. 20 രൂപയാണ് രണ്ടുപേർക്കും കൂടെ. 2 ടിക്കറ്റ് എടുത്തു, 40 രൂപ. ആൻഡ് നമ്മൾ ഇറങ്ങിപ്പോയി. ആൻഡ് താഴെ എത്തുമ്പോൾ അവിടെ ഇങ്ങനത്തെ വേറെ ഒരു ചെറിയൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. അവിടെ സേഫ്റ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു തരുമായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പാടില്ല, കാരണം ഏതോ ഒരാൾ ഇപ്പോൾ റീസെൻ്റ്ലി അവിടുന്ന് എന്തോ മരിച്ചിട്ടുണ്ട് വെള്ളത്തിലിറങ്ങിയിട്ട്. പിന്നെ നമുക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പോവുക, കാണുക, വൈബ് എൻജോയ് ചെയ്യുക, ആ ഒരു മൈൻഡായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പോവലും കൂടെ ആയിരുന്നു. ആൻഡ് അൽഹംദുലില്ലാ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി പോയപ്പം. ആൻഡ് നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം മഴയും പെയ്ത്, പിന്നെ ആകെ മൊത്തം അടിപൊളി വൈബായി എന്ന് പറയാം. അങ്ങനെ നമ്മൾ അവിടുന്ന് വളരെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ. ബിക്കോസ് നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ താത്താൻ്റെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട്. ആൻഡ് അങ്ങോട്ട് കയറാനുള്ള ഒരു ഇതൊക്കെയാണ് ഇത്രയും സമയം എടുത്തത്. നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആൻഡ് അത് കഴിഞ്ഞ് താത്താൻ്റെ വീട്ടിൽ പോയി ഉച്ചക്ക് ബീഫ് ബിരിയാണി കഴിച്ചു. വൈകുന്നേരം നമ്മൾ ചായയും കടികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബൈ ബൈ ടാറ്റ സലാം പറഞ്ഞു. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.